ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണ് 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് അയച്ചിരുന്നു എന്നുള്ള രേഖകളാണ്. ആ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് എന്ന് രേഖപ്പെടുത്തി 2023 അയച്ച സമൻസിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പക്ഷേ വിവേക് അന്ന് ഹാജരായിട്ടില്ല എന്നുള്ളതാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് അയച്ച സമൻസിന്റെ പകർപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നുള്ള സമൻസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇത് എന്തിനു വേണ്ടിയാണ് സമൻസ് അയച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. മാത്രമല്ല ആ വിവേക് ഇത് സമൻസിന് പിന്നാലെ ഹാജരായില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ഇഡി തുടർ നടപടി എന്തു സ്വീകരിച്ചു എന്നതിലും അടിമുടി ദുരൂഹത ബാക്കിയാണ്. അന്ന് നമുക്കറിയാം വലിയ രീതിയിൽ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പ് കത്തി നിൽക്കുന്ന സമയമാണ്. സ്വപ്ന സുരേഷിനും സരിത്തിനുമൊക്കെ നോട്ടീസ് അയക്കുന്നു, 4.5 കോടി രൂപ കമ്മീഷൻ കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വരുന്നു. വിദേശത്ത് വന്ന പണം പിന്നീട് കൈക്കൂലിയായി മറച്ചു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അന്നും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നെങ്കിലും അതൊക്കെ എന്തായി എന്നാണ് ഇപ്പോൾ ഇതുവരെ CPM ചോദിക്കുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൌസിന്റെ വിലാസത്തിൽ, അതും പ്രധാനപ്പെട്ടതാണ്, വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് എന്നുള്ള രീതിയിൽ ക്ലിഫ് ഹൌസിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്, അഡ്രസ്സിലാണ് ഈ സമൻസ് അയച്ചിട്ടുള്ളത്. അതിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോൾ. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടാകുന്ന കണ്ടാലറിയാം. ലക്ഷണമുണ്ട്. അതൊരു കള്ളലക്ഷണമല്ല, ജന്മനുള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ.